രാമേന്ദ്രൻ, നമ്മൾ കേൾക്കുന്നൊരു വാർത്ത എന്താണെന്ന് വെച്ചാൽ, ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഗാസ ഞാൻ എടുക്കുന്നു. അതിൻ്റെ ചർച്ചകളും സംഭവങ്ങളൊക്കെ പോയി, വെടിനിർത്തലൊക്കെ വന്നു, ഏതാണ്ട് അതെല്ലാം തന്നെ അവസാനിച്ച് വീണ്ടും ഇസ്രായേലിന് ഇഷ്ടമുള്ള എല്ലാം ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ പൊതുവേ ഉള്ളൊരു ഔട്ട്കം പലസ്തീൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം ഇനി ഭൂമുഖത്തില്ല എന്നുള്ളതാണ്. അങ്ങനെയല്ലേ കാര്യങ്ങൾ പോകണം? അതായത് കഴിഞ്ഞ ദിവസം ഒരു നല്ല അഭിമുഖം ഞാൻ വായിച്ചു. പ്രൊഫസർ മാക്സ് എബ്രാംസ് ആണ്. അദ്ദേഹം പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് പബ്ലിക് പോളിസി പ്രൊഫസറാണ്. ബോസ്റ്റൺ നോർത്ത് ഈസ്റ്റേൺ യൂണിവേഴ്സിറ്റി. BBC, CNN തുടങ്ങിയ എല്ലാ ചാനലുകളിലുമൊക്കെ സ്ഥിരം വരികയും ന്യൂയോർക്ക് ടൈംസിലുമൊക്കെ സ്ഥിരം ലേഖനം. കാരണം അദ്ദേഹം 2 ദശകമായിട്ട് ഈ മിഡിൽ ഈസ്റ്റ് ഭീകരത, അതിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഡോക്ടറേറ്റും ഒക്കെ, അതുമായിട്ടുള്ള കാര്യങ്ങൾ വരാറുണ്ട്. അദ്ദേഹം പറഞ്ഞാൽ ഏതാണ്ടൊക്കെ കാര്യങ്ങൾ ശരിയായിരിക്കും. അപ്പം ഇനി ഈ ഒക്ടോബർ 7 നടന്ന ആക്രമണത്തോട് കൂടി പിന്നെ നടന്ന വ്യത്യാസങ്ങളുണ്ടല്ലോ, മിഡിൽ ഈസ്റ്റിലെ ക്രമങ്ങളിൽ ഉണ്ടായ വ്യത്യാസങ്ങൾ, അതായത് പൊളിറ്റിക്കൽ സ്ട്രക്ചറിൽ വരുന്ന മാറ്റങ്ങൾ അല്ലേ. അതുകൊണ്ട് ഇനിയിപ്പോൾ പലസ്തീൻ എന്ന് പറഞ്ഞൊരു രാജ്യം ഭൂമുഖത്ത് ഉണ്ടാവില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ആക്രമണങ്ങൾ, ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളുടെ ആന്തരാർത്ഥം അങ്ങനെയാണ്. അതായത് വെടിനിർത്തലും മറ്റേതും ഒക്കെ ട്രംപ് കൊണ്ടുവന്നപ്പോൾ ട്രംപിന് ഒരു ഉടമ്പടി നടപ്പാക്കി എന്നുള്ളൊരു ക്രെഡിറ്റിന് വേണ്ടി, ഖ്യാതിക്ക് വേണ്ടി ചെയ്തതാണ് ബൈഡൻ തുടങ്ങിക്കൊണ്ടിരുന്ന ഒരു പ്രക്രിയ. അപ്പോൾ അങ്ങനെ ഉടമ്പടി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അത് ഇസ്രയേലിന് ഇഷ്ടമല്ലായിരുന്നു, ഈ വെടിനിർത്തൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഉടമ്പടി. കാരണം ഹമാസിൻ്റെ ഉന്മൂലനമാണ് അവരുടെ ലക്ഷ്യം. വെടിനിർത്തൽ വന്നു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹമാസുകാരെയും എല്ലാം കൂടിയിട്ടാണല്ലോ ഒരു ബന്ധിയെ കിട്ടുമ്പോൾ 1000 പേരെ, തടവിലായിരിക്കുന്ന 1000 പേരെയൊക്കെയാണ് ഇസ്രയേൽ വിട്ടുകൊടുക്കുന്നത്. തടവുള്ളികളെ, ഭീകരന്മാരെ മോചിപ്പിക്കുകയാണ്. അപ്പോൾ ഭീകരന്മാർ വീണ്ടും ഉണ്ടായി വരികയാണ്. ആ പരിപാടിയിൽ ഇസ്രയേലിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ വെടിനിർത്തൽ ലംഘിച്ചു ഹമാസ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ന്യായത്തിൽ ഇസ്രയേലിൻ്റെ പഴയ പരിപാടിയിലേക്ക്, പദ്ധതിയിലേക്ക് അങ്ങ് പോയ രംഗം ആണിപ്പോൾ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹമാസ് നിലനിൽക്കും എന്നുള്ളൊരവസ്ഥ വന്നു വെടിനിർത്തലൊക്കെ വന്നപ്പോൾ. അതാണ് ഇസ്രയേലിന് ഇഷ്ടപ്പെടാതിരുന്നത്. ഇസ്രയേലിൻ്റെ മനോഗതം ഇപ്പോൾ ട്രംപിന് മനസ്സിലായിട്ടുണ്ട്. ഇനി ട്രംപും വെടിനിർത്തൽ എന്നൊന്നും പറഞ്ഞ് രംഗത്ത് വരാൻ സാധ്യതയില്ല. അപ്പോൾ ബന്ദിപ്രശ്നം ആയിരക്കണക്കിന് ഭീകരരായ തടവുകാരെ ഈ വിടുന്നതിൽ കലാശിച്ചു. ഭാവിയിൽ അതായത് ഇങ്ങനൊരു വെടിനിർത്തൽ കരാറുണ്ടാക്കിയാൽ പിന്നെ ഹമാസിനെ പോലുള്ള ഭീകര സംഘടനകൾ എന്താ ചെയ്യുക? അവർ കുറേ ആളുകളെ തട്ടിക്കൊണ്ടുപോകും, ബന്ദികളാക്കും. അവരുടെ ഭീകരരെ തടവിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ മോചിപ്പിക്കാൻ. അപ്പോൾ ഇങ്ങനെ ഒരു മോചനം സാധ്യമാണെങ്കിൽ ഈ ബന്ദികളാക്കി കൊണ്ടുപോകുന്ന പരിപാടി ഉണ്ടല്ലോ, അതിനുള്ള ത്വര ഭീകര സംഘങ്ങൾക്ക് കൂടും. അതുകൊണ്ട് ഈ പരിപാടി തന്നെ ശരിയായിരുന്നില്ല. ഒരു ബന്ദിയുടെ കുടുംബത്തിന് ആ ബന്ദി വിട്ടുകിട്ടണം എന്നുള്ള ആഗ്രഹം കാണും. പക്ഷെ രാജ്യാന്തര രാഷ്ട്രീയത്തിന് അത് നല്ലതല്ല എന്ന് എബ്രാംസ് പറയുന്നുണ്ട്. അത് ശരിയാണെന്ന് തോന്നുന്നു. 2011 ഷലിത്ത് കരാർ ഉദാഹരണമാണ്. ഇസ്രയേലിൻ്റെ ഒരു ഭടൻ ഗിലാദ് ഷലിത്തിനെ വിടുകയാണ്, ബന്ദി ഹമാസ് വിടുന്നു. അപ്പം മോചിപ്പിക്കുന്നത് 1027 പലസ്തീൻ ഭീകരരെയാണ് ഇസ്രയേൽ മോചിപ്പിക്കുന്നത് ഒരു ഭടന് വേണ്ടി. അപ്പം ഭീകരരുടെ എണ്ണം പിന്നെയും പെരുകയാണല്ലോ അപ്പുറത്ത്. അപ്പം ജീവപര്യന്തം തടവുകാരെ വരെ അന്ന് മോചിപ്പിക്കേണ്ടി വന്നു ഇസ്രയേലിന്. ഇത് അറിയാവുന്നത് കൊണ്ട് ഇത്തവണ ഹമാസ് ഒക്ടോബർ 7 സംഭവത്തിൽ 250 പേരെ തടവിലാക്കി. ഈ സംഭവം മുമ്പ് നടന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇത്തവണയും 250 പേരെ തടവുകാരാക്കി. ഇതൊരു നല്ല പരിപാടിയല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇനി ഗാസയിൽ വ്യോമാക്രമണം കൂടാനാണ് സാധ്യത. അത് നിൽക്കില്ല. ഇസ്രയേൽ സൈന്യം അവിടെ ഉണ്ടാകാൻ സാധ്യതയില്ല. വ്യോമാക്രമണമാണല്ലോ, കരസേനയുടെ പ്രസൻസ് ഉണ്ടാവില്ലായിരിക്കും.
ഗാസക്കാർ സിറിയയിലേക്ക് പോകുമോ ഇപ്പോൾ ഗാസയിലുള്ളവർ എന്നൊരു ചോദ്യമുണ്ട്. ട്രംപ് ബലമായി ഇറക്കി വിടും എന്ന് ഈ അബ്രാംസ് കരുതുന്നില്ല. തന്നെത്താൻ അവരെ പലായനത്തിന് പ്രേരിപ്പിക്കുകയായിരിക്കും ട്രംപ് ചെയ്യുക. ഇപ്പോൾ ഉള്ളവർ ഈ ആക്രമണം കൊണ്ട് അങ്ങനെ വേണ്ടി വരും. അപ്പോൾ 9/11 ആ സെപ്റ്റംബർ 11 ആക്രമണം ഉണ്ടായിരുന്നല്ലോ അമേരിക്കയിൽ. അതിനുശേഷം ലോകത്ത് നടന്ന ഏറ്റവും വലിയ ഭീകരാക്രമണമായിരുന്നു ഒക്ടോബർ 7 ഇസ്രയേലിനെ ഭീകരർ വലയം ചെയ്തിരിക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ ഗാസ, വെസ്റ്റ് ബാങ്ക്, ലെബനൻ, സിറിയ ചുറ്റും ഭീകര സംഘങ്ങളാണ്. ആ ഭീകരതയ്ക്കൊരു തിരിച്ചടിയാണ് ഇസ്രയേൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഹമാസിന് വലിയ സൈനിക ശേഷി ഇല്ലാതായി. ഇപ്പോൾ സൈനിക ശേഷി ഇല്ല. ഒക്ടോബർ 7 ശേഷം അവർ പ്രതീക്ഷിച്ച അങ്ങനെ ആയിരുന്നില്ല. ഹമാസ് വേറെ സ്ഥലങ്ങളിലൊക്കെ ആക്രമണം നടത്താൻ പദ്ധതി ഇട്ടിരുന്നാണ്. ആ സമയത്ത് നടന്നില്ലത്. ഇപ്പോൾ മറ്റേ ഒക്ടോബർ 7 നടന്ന ആക്രമണത്തിന് ഓപ്പറേഷൻ അൽ അക്സ ഫ്ലഡ് എന്നായിരുന്നു പേര്. ഓപ്പറേഷൻ അൽ അക്സ ഫ്ലഡിന് ശേഷം ഇനി പലസ്തീൻ ഉണ്ടാവില്ല. അതാണ് ബ്രാംസ് പറയുന്നത്. ഇസ്രയേലിൻ്റെ കൗണ്ടർ ടെററിസം പരാജയപ്പെട്ടു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഹമാസ് ഓപ്പറേഷൻ അലക്സ ഫ്ലഡ് കാണിച്ചത്. കാരണം ഇസ്രയേൽ അറിഞ്ഞില്ലല്ലോ ഈ ആക്രമണം നടക്കുന്നൊക്കെ ഉള്ളത്. മൊസാദിനെ പോലൊരു സന്നാഹമൊക്കെ ഉണ്ടായിട്ടും അങ്ങനെ ഇസ്രയേലിനെ തോൽപ്പിച്ചു. പിന്നെ തുടരാക്രമണങ്ങൾ നടത്താം എന്നവർ കരുതിയിരുന്നു. ഹമാസ് നേതാക്കളെ കൊന്നുകളഞ്ഞു, കുറേ പേരെ ഇല്ലാതാക്കി. സൈനിക നേതാക്കളെയും രാഷ്ട്രീയ നേതാക്കളെയൊക്കെ ശരിയാക്കി ഇസ്രയേൽ. ഒരു വലിയ ആക്രമണം പിന്നെ ഹമാസിന് നടത്താനായില്ല, ഇനി നടക്കുകയില്ല. ഇസ്രയേൽ ഫിലാഡൽഫിയ കോറിഡോർ, ഇടനാഴി ഫിലഡൽഫിയ, ഈജിപ്തിൻ്റെ അതിർത്തിയിലുള്ള ഫിലഡൽഫി, അതുവഴിയാണ് ഈ കള്ളക്കടത്തൊക്കെ നടക്കുന്നത്, ആയുധത്തിൻ്റെ മയക്കുമരുന്നിൻ്റെയൊക്കെ. അവിടെ ഇസ്രയേൽ സേന ഉണ്ട്. വേറൊരു കോറിഡോർ വരാൻ പോകുന്നുണ്ട്. ഗാസ വിഭജിക്കാൻ പോവുകയാണ്. അതാണ് റിപ്പോർട്ട്. ഗാസ വിഭജിക്കുക, രണ്ടാക്കുകയാണ്. വേറൊരു കോറിഡോറും കൂടി വരികയാണ്, ഇടനാഴി. തുരങ്കങ്ങൾ മുഴുവൻ പോയി ആക്രമണങ്ങളിൽ. ഹമാസിൻ്റെ പല ആയുധങ്ങൾ സൂക്ഷിക്കുക, നേതാക്കളിരിക്കുക, ആ തുരങ്കങ്ങളൊക്കെ പോയി. അപ്പോൾ മുൻപത്തേക്കാൾ അടഞ്ഞുപോയി ഈ ഹമാസിനുള്ള മാർഗങ്ങൾ. മാധ്യമങ്ങൾ പറയുന്നതിൻ്റെ അപ്പുറം ഹമാസിൻ്റെ ശേഷി കുറഞ്ഞിരിക്കുന്നു. കുറേ മാധ്യമങ്ങൾ ഹമാസിൻ്റെ കൂടെയാണല്ലോ. 1993 ഓസ്ലോ കരാർ പാലിച്ചിരുന്നെങ്കിൽ പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം എന്നേക്കുമായിട്ട് ഉണ്ടാകുമായിരുന്നു എന്ന് ബ്രാംസ് പറയുന്നുണ്ട്. പക്ഷെ അവരെപ്പോഴും ഈ വെടിവെച്ചുകൊണ്ടിരിക്കുമല്ലോ, ആരെങ്കിലും വെടിവെക്കണം, കൊല്ലണം. ഇസ്രയേലിനകത്ത് സമാധാനകാംക്ഷികളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഇവർക്ക് വേണ്ടി, പലസ്തീന് വേണ്ടി വാദിക്കുന്നവരും ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഒക്ടോബർ 7 ആക്രമണത്തിന് ശേഷം ഒരാൾ പോലും അങ്ങനെ സമാധാനകാംക്ഷികളില്ല. തന്ത്രപരമായിട്ടേ ഹമാസിൻ്റെ ഏറ്റവും വലിയ പരാജയമാണ് ഈ ഒക്ടോബർ 7 അവരുടെ ഓപ്പറേഷൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അതിൻ്റെ ഫലമായിട്ട് 2 സംഭവങ്ങൾ നടന്നിരിക്കുന്നു. ഒന്ന്, 50,000-ത്തിലധികം സാധാരണ പലസ്തീൻ പൗരന്മാർ കൊല ചെയ്യപ്പെട്ടു. അതിന് കാരണക്കാരായി മാറിയത് ഹമാസായി തീരുകയാണ് ചെയ്തത്. രണ്ടാമത്, അവർക്ക് അതുവരെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ ശക്തിയും സൈനിക ശക്തിയും തകർന്നു പോവുകയും അവരുടെ നേതാക്കൾ ഛിന്നഭിന്നമാക്കപ്പെടുകയും ചെയ്തു. പിന്നെ മാത്രമല്ല, ധാർമ്മികമായിട്ട് ഇസ്രയേൽ വിജയിച്ചതും ഈ ഒക്ടോബർ 7 ആക്രമണത്തിൻ്റെ ഫലമായിട്ടാണ്. അതല്ലെങ്കിൽ ധാർമ്മികമായിട്ട് എപ്പോഴും ഇസ്രയേലാണ് താഴെ നിന്നിരുന്നത്. കാരണം അവരുടെ ഇടക്കിടക്ക് ഇങ്ങനെ മാന്തുകയും കൊല്ലുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ പേരിൽ അത് ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ് നിലനിന്നിരുന്നത്. പക്ഷേ ഈ ഒക്ടോബർ 7 സംഭവത്തോടുകൂടി അതുകൊണ്ടാണ് സമ്പൂർണ്ണമായിട്ട് ഈ ഇസ്രയേലിനകത്ത് സമാധാനകാംക്ഷികൾക്ക് ശബ്ദിക്കാൻ പോലും പറ്റാതെ. കാരണം അത് ഒരിക്കലും അംഗീകരിക്കാൻ ആർക്കും പറ്റില്ല. അപ്പോൾ ആർക്കും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതായ ഒരു സംഭവത്തെ സൃഷ്ടിച്ച് ഹമാസ് ആത്മഹത്യ ചെയ്യായിരുന്നു. ശരി, ഇല്ലാതാക്കിയതിൻ്റെ പങ്ക് അവർക്ക് തന്നെയാണ്. ശരി, അതാണ് എബ്രാഹിം അദ്ദേഹത്തിൻ്റെ ഈ വിശകലനത്തിലൂടെ, അതായത് മധ്യ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് അഗാധമായി പഠിച്ചതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന്റെ അഭിമുഖം വളരെ ദീർഘമാണ്. അതിന്റെ ഒരു സത്തയാണ് ഞാൻ പറഞ്ഞത്. അതെ, കാരണം
ഹമാസ് പലസ്തീൻ എന്ന് പറഞ്ഞൊരു രാജ്യം തന്നെ ഇല്ലാതാക്കി. ഇല്ലാതാക്കി. ഉത്തരവാദിത്തം അവരുടേത് അതാണ് മാത്രമാണ്. അതിന് ലോകരാജ്യങ്ങൾക്കൊന്നും ഒരു പങ്കുമില്ല. ഒന്നും ചെയ്യാനില്ല എൻ്റെ അകത്ത്. ശരിക്കും അതങ്ങനെ ആയിപ്പോയതാണ്. വേണമെങ്കിൽ ഇറാൻ നശിപ്പിച്ചു എന്നുകൂടി പറയാം. കാരണം അല്ല, ഇറാൻ ഇനിയും ആണല്ലോ. ഇതേപോലെ ഇതിൻ്റെ അകത്ത് പഴയ കാലത്തെ രീതികളല്ല ഇപ്പോൾ. പഴയ കാലത്ത് വേണമെങ്കിൽ ഇവർ നടത്തുന്നതായിട്ടുള്ള അവരുടെ സ്ട്രാറ്റജിക് മൂവ്മെൻറ്റിൻ്റെ ഫലമായിട്ട് ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ലോകത്തിന് ഭയങ്കരമായ മാറ്റങ്ങൾ സംഭവിച്ചു. ആ മാറ്റങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ അതൊക്കെ സർവൈവ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ഹമാസിന് സർവൈവ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാണ് ഈ ഇൻ്റർവ്യൂവിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വളരെ പ്രാകൃതമായി പ്രാകൃതമായിപ്പോയി. അപ്ഡേറ്റ് അല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.